മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. മ്യാൻമറിൽ സൈന്യം ആശുപത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 31 പേർ മരിച്ചു, 76 പേർക്ക് പരിക്കേറ്റു. റാവൈൻ സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് നേരെയായിരുന്നു ആക്രമണം. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം 28-ന് മ്യാൻമറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സൈന്യം ഇത്തരം ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ വിമതർക്ക് നേരെ സൈന്യം നടപടി തുടരുന്നതിനിടെയാണ് ആശുപത്രിയിലെ ആക്രമണം. കഴിഞ്ഞ ആഴ്ച ഒരു ചായക്കടയിൽ നടന്ന ആക്രമണത്തിൽ 18 പേരാണ് കൊല്ലപ്പെട്ടത്. മ്യാൻമറിൽ സൈന്യം ആശുപത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 31 പേർ മരിച്ചു, 76 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. റാവൈൻ സംസ്ഥാനത്തെ ഒരു ആശുപത്രിക്ക് നേരെയായിരുന്നു ആക്രമണം. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം 28-ന് മ്യാൻമറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സൈന്യം ഇത്തരം ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ വിമതർക്ക് നേരെ സൈന്യം നടപടി തുടരുന്നതിനിടെയാണ് ആശുപത്രിയിലെ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചായക്കടയിൽ നടന്ന ആക്രമണത്തിൽ 18 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മ്യാൻമറിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 31 പേരാണ് മരിച്ചിരിക്കുന്നത്, 76 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റാവൈൻ സംസ്ഥാനത്തെ ആശുപത്രിക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം 28-ന് മ്യാൻമറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സൈന്യം ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ വിമതർക്ക് നേരെ സൈന്യം നടപടി തുടരുന്നതിനിടെയാണ് ആശുപത്രിയിലെ ഈ ഒരു ആക്രമണം. കഴിഞ്ഞ ആഴ്ച ചായക്കടയിൽ നടന്ന ആക്രമണത്തിൽ 18 പേരാണ് കൊല്ലപ്പെട്ടത്.